ഹലോ, വെൽക്കം ബാക്ക് ടു ponnus easy കുക്കിംഗ്. ഇന്ന് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഒരു 6 മാസത്തോളം നമുക്കിതൊരു കേടും കൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ കഴിയുന്ന രീതിക്കാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഞാനിവിടെ രണ്ടും സെയിം അളവാണ് എടുത്തിട്ടുള്ളത്. അതായത് ഇഞ്ചിയും ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയും ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് രണ്ടും നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇഞ്ചി എടുത്തിട്ടുള്ളത് ആദ്യം ജസ്റ്റ് അതിൻ്റെ തോലൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ചെളിയൊക്കെ പോയതിന് ശേഷം ആ ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് തുടച്ച് അതിൻ്റെ ഈർപ്പൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. വെളുത്തുള്ളിയും തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ടില്ല, ജസ്റ്റ് തൊലി കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ആ ചെറിയ ജാറിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ആദ്യം ഇട്ട് കൊടുക്കുവാണ്. അടുത്തതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ ഇത് നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. പേസ്റ്റ് കണക്ക് നന്നായിട്ട് നമുക്കൊന്ന് അരഞ്ഞ് കിട്ടണം. അപ്പോൾ മിക്സി നമുക്ക് 1 മിനിറ്റ് ഒന്ന് ഓട്ടിച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സി ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ആ മേളിൽ കുറച്ച് അരയാതെയൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും കാണും. അത് ജസ്റ്റ് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഇതൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താലേ കറക്റ്റ് പ്രോപ്പറായിട്ട് എല്ലാം നന്നായിട്ട് അരഞ്ഞ് വരത്തുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ ഈ സമയം നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം അളവ് വെളിച്ചെണ്ണ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ തൽക്കാലം വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വെറും ഓപ്ഷണലാണ്. മഞ്ഞൾപ്പൊടി ചേർക്കാതെ ഉപ്പും വെളിച്ചെണ്ണയും മാത്രം ചേർത്ത് കൊടുത്താലും മതിയാവും. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സാക്കി കൊടുക്കുവാണ്. നമ്മൾ ഇതിലേക്ക് വേറൊരു പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഒരു ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഇത് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ നമ്മളൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഉപ്പും നമ്മുടെ ആ വെളിച്ചെണ്ണയും കൂടെ നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് മറക്കാൻ പാടില്ല. അത് മസ്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്തിരിക്കുക. ഉപ്പ് നിങ്ങളുടെ അരയുടെ അനുസരിച്ച് പാകത്തിന് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ദേ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ദേ ഇതാ ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് പേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നറിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് സാധാരണ ഫ്രിഡ്ജിൽ വയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഐസ് ട്രേ ഒക്കെ ഉണ്ടല്ലോ, ഐസ് ട്രേയിൽ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് ഒരു ഐസ് ക്യൂബ്സ് ആയിട്ട് ആവശ്യമുള്ളതെടുത്ത് നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ ഫ്രീസ് ചെയ്ത് അങ്ങനെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ദേ ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസിൻ്റെ ഒരു കുപ്പി. ആ കുപ്പിയിലേക്ക് നമ്മുടെ ഈ പേസ്റ്റ് ഞാനിപ്പോൾ പകർന്ന് സാധാരണ നമ്മുടെ ഫ്രിഡ്ജിൽ തന്നെയാണ് ഞാൻ സൂക്ഷിക്കുന്നത്. നമുക്കൊരു 6 മാസത്തോളം ഇത് ജസ്റ്റ് ഒന്ന് കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കുവാൻ കഴിയും. നിങ്ങൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് കണക്ക് ഐസ് ട്രേയിൽ ഒഴിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ ഐസ് ക്യൂബ്സ് ആയിട്ട് എടുത്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.